മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ 1/2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവിനനുസരിച്ച് അളവ് കൂട്ടാവുന്നതാണ്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊരു 1.5 സവാള ഇതുപോലെ നീളത്തിലരിഞ്ഞത് ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കുക്കറിൽ നമുക്കല്പം എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അല്പം ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു മിനിറ്റ് മതി. ഇനി അതിലേക്ക് നമ്മളുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടനും ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ചെറിയ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിനകത്ത് മസാലകളൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കതിലേക്ക് അല്പം പെരുംജീരകം പൊടിച്ചത് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 2-3 വിസിൽ വേവ് അനുസരിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിൽ അല്പം എണ്ണ എടുത്ത് അതിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു 1.5 സവാള, നേരത്തെ നമ്മൾ മട്ടൻ പുരട്ടിയപ്പോൾ അതിനകത്തൊരു 1.5 സവാള ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി 1.5 സവാള അല്പം പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. തക്കാളിയൊക്കെ വേവാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അല്പം വെള്ളം ഒഴിച്ച് ഒരു മൂടി വെച്ച് ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇതൊന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മട്ടൻ്റെ പീസസുകൾ കുക്കറിൽ നിന്ന് നമുക്കിതിലേക്ക് മാറ്റി നന്നായിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഒരു 1-2 മിനിറ്റ് തിളച്ചാൽ മതിയായിരിക്കും. കാരണം നമ്മുടെ മട്ടൻ നല്ലപോലെ വെന്തിരിക്കുന്നതാണ്. അതുകൊണ്ട് നല്ലതായിട്ടൊന്ന് 1-2 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് ചൂടോടെ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.